ആ മാന്ത്രിക സംഖ്യയിലേക്ക് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന NDA സർക്കാർ കടക്കുമോ? ഭരണഘടന ഭേദഗതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 362 എന്ന മാന്ത്രിക സംഖ്യ അവർ തൊടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണ് യഥാർത്ഥത്തിൽ പാർലമെന്റിൽ സംഭവിക്കുന്നത്? 2024 ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിലേറിയപ്പോൾ പ്രതിപക്ഷത്തിന്റെ ചുണ്ടിൽ ഒരു ചെറിയ ദുഷ്ടലാക്കുള്ള പുഞ്ചിരി ഉണ്ടായിരുന്നു. അവർ വിചാരിച്ചിരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വീണ്ടും വരുമ്പോൾ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് പല ഘടകകക്ഷികളെയും കൂട്ടുപിടിച്ച് വലിയ മുന്നണി ഉണ്ടാക്കി അദ്ദേഹത്തിന് ഭരിക്കേണ്ടി വരും, ഇതിനെ ഈസിയായി താഴെ ഇറക്കാമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അങ്ങനെ വിചാരിച്ചിരുന്നവരിൽ CPM ഉണ്ട്, അങ്ങനെ വിചാരിച്ചിരുന്നവരിൽ DMK ഉണ്ട്, അങ്ങനെ വിചാരിച്ചിരുന്നവരിൽ TMC ഉണ്ട്. എന്നാൽ ഈ മൂന്ന് പേരും ഇന്ന് വലിയ രീതിയിൽ പരാജയം രുചിച്ച് അട്ടത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവരുടെ MLA മാരെല്ലാം, പ്രത്യേകിച്ച് TMCയിലെ MLA എല്ലാം BJPയിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസവും TMCയിലെ 6 MP മാർ BJPയിൽ ജോയിൻ ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ മമതാ ബാനർജി ഞെട്ടലോടുകൂടിയാണ് കേട്ടിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡൽഹിയിൽ കളി മുറുകുകയാണ്. അടുത്ത പാർലമെന്റ് സെഷനിൽ NDA 362 എന്ന മാന്ത്രിക സംഖ്യ തൊടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് ഡൽഹി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. 293 സീറ്റുകളുമായി ഭരണം തുടങ്ങിയ NDA വരാനിരിക്കുന്ന പാർലമെന്റ് സെഷനോടെ ഭരണഘടനാ ഭേദഗതികൾക്ക് ആവശ്യമായ 2/3 ഭൂരിപക്ഷം, അതായത് 362 സീറ്റുകൾ നേടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ കോൺഗ്രസ് DMK തകർച്ചയും ബംഗാളിലെ മമതയുടെ പതനവും കൃത്യമായി ഉപയോഗിച്ച് അമിത്ഷാ എന്ന ചാണക്യൻ കളം നിറഞ്ഞ് കളിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് വലിയ രീതിയിൽ നെഞ്ചിടിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 362 എന്ന സൂപ്പർ ഭൂരിപക്ഷത്തിലേക്ക് വഴി തെളിയുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. NDAക്ക് നിലവിൽ 293 സീറ്റുകളാണുള്ളത്. TMC വിമതർ 20 സീറ്റുകൾ സംഭാവന ചെയ്യും. YSRCP പുറത്തു നിന്നുള്ള പിന്തുണ 4 സീറ്റുകൾ, DMK കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച DMK ഒപ്പം ചേരുമ്പോൾ 22 സീറ്റുകൾ, സ്വതന്ത്രരും മറ്റ് പ്രാദേശിക കക്ഷികളും 7 മുതൽ 10 വരെയുള്ള സീറ്റുകൾ എന്നിവയാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്തുകൊണ്ട് അടുത്ത സെഷൻ നിർണായകമാകുന്നു എന്ന ചോദ്യത്തിന് ഈ വരുന്ന സെഷനിൽ NDA 3/2 ഭൂരിപക്ഷം തികച്ചാൽ പ്രതിപക്ഷത്തിന് പാർലമെന്റിൽ കാഴ്ചക്കാരായി നിൽക്കേണ്ടി വരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലുപരിയായി വരാൻ പോകുന്ന 2026 മണ്ഡല പുനർനിർണയ ബില്ലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയും ഏകീകൃത സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങളും അനായാസമായി സാധിക്കാൻ ഭരണപക്ഷത്തിന് സാധിക്കും. ഭരണഘടന പോലും ഭേദഗതി ചെയ്യാനുള്ള ആ അൺലിമിറ്റഡ് പവർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിലേക്ക് ഒഴുകിയെത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.